ॐ शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलदीनं योगिभिर्ध्यानगम्यं वन्दे विष्णुं भवेरं सर्वलोकैकनाथं। ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ പൗണ്ഡ്രക മോക്ഷവും കാശി രാജാവിൻ്റെ വധവുമാണ് ഇനി നമുക്ക് കാണാനുള്ളത്. പൗണ്ഡ്രകൻ എന്ന ഒരു രാജാവിൻ്റെ കഥ വളരെ രസകരമായിട്ടാണ് ശുകമഹർഷി വിസ്തരിക്കുന്നത്. എന്തെന്നാൽ ഞാൻ ദൈവമാണെന്ന് കരുതുന്ന നീചന്മാരും ഖലന്മാരും എക്കാലത്തും ഉണ്ടായിരുന്നു. അതായത് മനുഷ്യ ദൈവം എന്ന വ്യാജേന പ്രവർത്തിക്കുന്നവർ എല്ലാ കാലത്തുമുണ്ട്, ഇന്നത്തെ കാലത്തും ഉണ്ടെന്നർത്ഥം. അപ്പോൾ അത്തരത്തിൽ ഉള്ള നീചന്മാരും ഖലന്മാരും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പരമപുരുഷനായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ പോലും അത്തരം ഒരു കോമാളി ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പൗണ്ഡ്രകൻ എന്ന പേരിലുള്ള ഒരു രാജാവ് തന്നെ താനാണ് ദൈവം എന്ന് പ്രഖ്യാപിക്കാനായിരുന്നു അയാളുടെ മോഹം. കരുഷത്തിലെ രാജാവായിരിക്കുന്ന ഈ പൊങ്ങച്ചക്കാരൻ പൗണ്ഡ്രകൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഭഗവാൻ ബലരാമൻ വൃന്ദാവനത്തിൽ ആയിരുന്നപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ അടുക്കലേക്ക് ഈ പൗണ്ഡ്രകൻ ഒരു ദൂതനെ അയച്ചു ദ്വാരകയിലേക്ക്. എന്തെന്നാൽ ഭഗവാൻ കൃഷ്ണൻ പരമപുരുഷനായി അംഗീകരിക്കപ്പെട്ട ആളാണ്. എന്നിട്ടും പൗണ്ഡ്രകൻ ഒരു ദൂതൻ വഴി കൃഷ്ണനെ നേരിട്ട് വെല്ലുവിളിച്ചു. കൃഷ്ണനല്ല, താനാണ് യഥാർത്ഥത്തിൽ ദൈവം, താനാണ് വാസുദേവൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ഇത്തരം ഖലന്മാരുടെ അനുയായികളായിട്ട് അനേകം വങ്കന്മാർ എക്കാലത്തുമുണ്ട്. അതുപോലെ പൗണ്ഡ്രകനെ പരമപുരുഷനായിട്ട് അംഗീകരിച്ച പലരും അക്കാലത്തും അദ്ദേഹത്തിൻ്റെ രാജ്യത്തുണ്ടായിരുന്നു. തൻ്റെ നില എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പൗണ്ഡ്രകൻ താനാണ് ഭഗവാൻ വാസുദേവൻ എന്ന് സ്വയം തെറ്റിദ്ധരിച്ചു. അങ്ങനെ പരമപുരുഷൻ തൻ്റെ അഹൈതുകമായിരിക്കുന്ന കാരുണാതിരേകത്താൽ ദുഃഖിതരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പൗണ്ഡ്രകൻ മഹാരാജാവായ ഭൂമിയിൽ അവതരിച്ചു എന്ന് ദൂതൻ കൃഷ്ണനോട് പ്രഖ്യാപിച്ചു. അപ്പോൾ ദ്വാരകയിൽ വന്നിട്ട് ദൂതൻ പറഞ്ഞതാണ് ഈ വാക്കുകൾ. അപ്പോൾ ഈ നമ്മൾ ഒരു സത്യമല്ലേ, പൗണ്ഡ്രകൻ ഇപ്പോൾ വേഷം കെട്ടിയിരിക്കുന്നു എന്ന് വെച്ചോളൂ. പക്ഷേ നമ്മൾ ഭക്തിയുടെ യഥാർത്ഥ അനന്യഭക്തി തുടങ്ങിയാലും ഈ ഭക്തിയുടെ പ്രഭാവം നമ്മൾ യഥാർത്ഥത്തിൽ ഏകാന്ത ഭക്തി അനന്യഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഭൗതികമായിട്ടുള്ള എല്ലാ ചിന്തകളും ഉപേക്ഷിച്ചിട്ട് അനന്യഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇഷ്ടദേവതയാണോ ഉപാസിക്കുന്നത് ഒരു ഘട്ടത്തിൽ ആ ദേവതയുടെ ഭാവം നമ്മുടെ ഉള്ളിൽ തന്നെ കൈവരും. ഞാൻ അതാണെന്ന് തോന്നുന്ന അവസ്ഥയുണ്ടാവും. അതിൻ്റെ ഒരു പ്രതിരൂപമാണ് ഇവിടെ പൗണ്ഡ്രകനെ വിസ്തരിക്കുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വരനെ ഭജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന ഭാവം ഇഷ്ടദേവതയെ ഭജിക്കുന്നവർക്ക്, ഇപ്പോൾ ചോറ്റാനിക്കരമ്മയെ ഭജിക്കുന്നവരോ ഇല്ലെ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നവരോ നമുക്ക് തന്നെ ഇന്നും കാണാൻ സാധിക്കും. ചോറ്റാനിക്കരയമ്മയുടെ ഭാവത്തിൽ പ്രകടമാകുന്നവർ, ഞാൻ ചോറ്റാനിക്കരമ്മയുടെ പ്രത്യേക ഒരു സമയത്ത് മാത്രമായിരിക്കും ചിലപ്പോൾ അവരുടെ ഈ ഭാവം പ്രകടമാകുക. അപ്പോൾ ചിലപ്പോൾ ആ ഭഗവതിയുടെ അല്ലെങ്കിൽ യഥാർത്ഥ ഉപാസനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്മയി ഭാവത്തിലെത്തും. അപ്പം ഈശ്വരീയമായിട്ടുള്ള ചില കഴിവുകളും പ്രകടമാകും. അതൊരു സിദ്ധിയാണ്. പക്ഷേ അത് ഈ പൗണ്ഡ്രൻ്റെ സാത്വിക സിദ്ധിയാണ്. സാത്വിക കഴിവിൽ നിന്നാണ് കിട്ടുന്നത്. ഈ തന്മയ ഭാഗം വന്നു കഴിഞ്ഞാൽ ത്രികാലങ്ങളെ കാണാനും ഇല്ല അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയും മറ്റുള്ളവരെ പറ്റി പ്രവചിക്കുകയോ ഇല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഭൂതം ഭാവി വർത്തമാനമൊക്കെ അറിയാൻ സാധിക്കും. അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സത്യമായിട്ട് ഭവിക്കുകയും ചെയ്യും. ഈശ്വരൻ്റെ കഴിവ്, ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട ഈശ്വരൻ എല്ലാം പ്രാണികളിലും വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സർവസ്യാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമാപോഹനം ച എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ പ്രാണികളിലും ആ ഈശ്വരത്വമുണ്ട്. പക്ഷേ അത് ഈ ഭക്തിയുടെ ഒരു പ്രഭാവത്താലാണ് പ്രകാശിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്ക് ആ തന്മയീഭാവം വരുമ്പോഴാണ് ഞാൻ ഈശ്വരനാണെന്നുള്ള ഭാവം. അതായത് ഏത് ദേവതയെ ഭജിക്കുന്നോ ആ ദേവതയുടെ ഭാവം നമ്മളിൽ തന്മയീഭാവമായിട്ട് പ്രകടമാക്കും.
അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകാത്മക പ്രതിരൂപമാണ് ഈ പൗണ്ഡ്രകൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അനേകം വിഡ്ഢികളാൽ പരിസേവിതനായിക്കൊണ്ട് പരമപുരുഷനായിരിക്കുന്ന വാസുദേവൻ താൻ തന്നെയാണെന്ന് നീചനായിരിക്കുന്ന ഈ പൗണ്ഡ്രകൻ തീരുമാനിച്ചു. ഇത്തരം തീരുമാനങ്ങളും നാട്യങ്ങളും ഒക്കെ ബാലിശവുമാണ്, അതിനെയൊക്കെ അതിക്രമിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ശ്രീകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ പൗണ്ഡ്രകൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണൻ സ്വയം അവതരിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് ദ്വാരകയിൽ ദൂതനെ വിട്ടിട്ട് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനല്ല, ഇല്ലേ കൃഷ്ണനോട് തന്നെ പറയണേ, അങ്ങല്ല യഥാർത്ഥത്തിൽ വാസുദേവൻ, ഞാനാണ്, എൻ്റെ സ്വാമിയായിരിക്കുന്ന പൗണ്ഡ്രകനാണ് എന്ന് ദൂതനെ കൊണ്ട് ദ്വാരകയിൽ ചെന്ന് പറയിപ്പിക്കുകയാണ്. അപ്പം തങ്ങളിൽ ഒരുത്തനെ ചിലപ്പോൾ കുട്ടികൾ രാജാവാക്കും, കുട്ടികൾ കളിക്കുന്ന പോലെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്ന കുട്ടി താനാണ് ദൈവം എന്ന് ഭാവിക്കും. അതുപോലെ അജ്ഞത മൂലം പല വങ്കന്മാരും മറ്റൊരു വങ്കനെ ദൈവമായി തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പം ഈ പൗണ്ഡ്രകൻ്റെ കൂട്ടുള്ള ഇല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ളവർ ഈ പൗണ്ഡ്രകനെ തന്നെ ദൈവമായിട്ട് അംഗീകരിക്കും എന്നർത്ഥം. അങ്ങനെ ഒരു വങ്കൻ മറ്റൊരു വങ്കനെ ദൈവമായി തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ അയാൾ വിചാരിക്കും താനാണ് ദൈവമെന്ന്. കുട്ടികളെ കൊണ്ടോ ആളുകളുടെ വോട്ട് കൊണ്ടോ ദൈവത്തെ സൃഷ്ടിക്കാമെന്ന് ഇവരുടെ ഭാവം. ഈ തെറ്റായ ബോധത്തിൽ താൻ തന്നെ ആണ് ഭഗവാൻ എന്ന് ഭാവിച്ച് കൃഷ്ണന്റെ പദവിയെ വെല്ലുവിളിക്കാൻ പൗണ്ഡ്രകൻ തൻ്റെ ദൂതനെ ദ്വാരകയിലേക്ക് അയച്ചു. ദ്വാരകയിൽ കൃഷ്ണന്റെ രാജസഭയിലെത്തി തൻ്റെ യജമാനൻ്റെ സന്ദേശം ദൂതൻ കൃഷ്ണനെ അറിയിച്ചു. സന്ദേശം ഇതായിരുന്നു: ഞാൻ മാത്രമാണ് പരമപുരുഷനായിരിക്കുന്ന വാസുദേവൻ, എന്നോട് മത്സരിക്കാൻ ഒരുത്തനുമില്ല. ദുഃഖിതാത്മാക്കളോട് അനുകമ്പ തോന്നി എൻ്റെ സമാതീതമായിരിക്കുന്ന കാരുണ്യം മൂലം പൗണ്ഡ്രക രാജാവായിട്ട് ഞാൻ അവതരിച്ചിരിക്കുന്നു. നിങ്ങൾ ആരും അധികാരപ്പെടുത്താതെ തെറ്റായ രീതിയിൽ വാസുദേവൻ്റെ സ്ഥാനം കൈക്കലാക്കിയിരിക്കുന്നു. ശ്രീകൃഷ്ണനോട് പറയുകയാണ്, എന്നാൽ നിങ്ങൾ ഈ തെറ്റായ ആശ്രയം പ്രചരിപ്പിക്കാൻ പാടില്ല. ഈ പദവി നിങ്ങൾ ഉപേക്ഷിക്കണം. യദുവംശത്തിൽ പിറന്ന നിങ്ങൾ തെറ്റായ രീതിയിൽ കൈയാളി ഇരിക്കുന്ന വാസുദേവ ചിഹ്നങ്ങൾ ഉടനെ ഉപേക്ഷിക്കുകയും വേണം. അതിനുശേഷം എന്നെ ശരണം പ്രാപിച്ചുകൊള്ളൂ. എനിക്ക് കീഴടങ്ങേണ്ടതായിട്ട് വരും. നിങ്ങളുടെ കടുത്ത ധിക്കാരം മൂലം എൻ്റെ വാക്കുകളെ വകവയ്ക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളെ പോരിന് വിളിക്കുന്നു. ഒരു യുദ്ധം കൊണ്ട് കാര്യം തീരുമാനിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉഗ്രസേന മഹാരാജാവ് ഉൾപ്പെടെയുള്ള രാജകീയ സഭ പൗണ്ഡ്രകൻ്റെ സന്ദേശം കേട്ട് ഏറെ നേരം എല്ലാവരും പൊട്ടിച്ചിരിച്ചു. സഭാംഗങ്ങളെല്ലാം രസിച്ച് ചിരിച്ച ശേഷം ദൂതനോട് കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: പൗണ്ഡ്രക ദൂത, നമ്മുടെ ഈ സന്ദേശം കൊണ്ടുപോയി നിങ്ങളുടെ യജമാനന് നൽകുക. അവൻ ഒരു നീചനാണ്. അവനെ നാം നേരിട്ട് തന്നെ തെമ്മാടി എന്ന് വിളിക്കുന്നു. അവൻ്റെ നിർദ്ദേശം അനുസരിക്കാൻ നാം വിസമ്മതിക്കുന്നു. വാസുദേവ ചിഹ്നങ്ങളൊന്നും തന്നെ, വിശേഷിച്ച് നമ്മുടെ ചക്രായുധം നാം ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല. പൗണ്ഡ്രകനെ മാത്രമല്ല, അവൻ്റെ അനുയായികളെയും വധിക്കാൻ ഈ ചക്രായുധം തന്നെ നാം ഉപയോഗിക്കുകയും ചെയ്യും. വഞ്ചകരുടെയും വഞ്ചിതരുടെയുമായ ഈ സമൂഹം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ഈ പൗണ്ഡ്രകനെയും അയാളുടെ മങ്കന്മാരായിരിക്കുന്ന സംബന്ധികളെയും ഞാൻ സംഹരിക്കുന്നുണ്ട്. ഈ നടപടിയോടെ എടോ വിഡ്ഢിയായിരിക്കുന്ന രാജാവേ, അപമാനം മൂലം നിനക്ക് നിന്റെ മുഖം മറച്ച് പിടിക്കേണ്ടി വരും. എൻ്റെ ചക്രായുധം നിന്റെ ശിരസ് ദേഹത്തിൽ നിന്ന് വേർപെടുത്തുന്നതോടെ മാംസബുക്കുകളായിരിക്കുന്ന കഴുകനും പരുന്തും പിന്നെ നിന്നെ തന്നെ വലയം ചെയ്യും. അങ്ങനെ നീ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ നിന്നിൽ അഭയം തേടുകയില്ല. മറിച്ച് നീ നീചജീവികളായിരിക്കുന്ന പക്ഷികളുടെ കാരുണ്യത്തിന് വിധേയനാകുക ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിന്റെ ശരീരം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കും. അവ അത് സന്തോഷത്തോടെ തിന്നുകൊള്ളും. ഇങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഈ പൗണ്ഡ്രകൻ്റെ ദൂത്, അതായത്
ഞാൻ തന്നെയാണ് പരമപുരുഷനായിരിക്കുന്ന വാസുദേവൻ എന്ന പൗണ്ഡ്രകൻ ദൂതനെ അയച്ച് ഒരു സന്ദേശമായിട്ടാണ് കൃഷ്ണൻ്റെ മുമ്പിൽ പൗണ്ഡ്രകൻ കൊടുത്ത സന്ദേശം ദ്വാരകയിലെ സഭയിൽ, സുധർമ്മ എന്ന് പറയുന്ന സഭയിൽ ഉഗ്രസേനാദികൾ എല്ലാവരും മന്ത്രിമാരും ആ സഭയിൽ തന്നെ ഉണ്ടായിരുന്നവരെല്ലാം എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഈ ദൂത് വായിച്ചു കേൾപ്പിക്കുന്നത്. എൻ്റെ സമാതീതമായിരിക്കുന്ന കാരുണ്യം മൂലം പൗണ്ഡ്രക രാജാവായിട്ട് ഞാൻ അവതരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാലേ, പൗണ്ഡ്രകൻ ശരിക്കും ഈ ചതുർബാഹുവൊക്കെ കെട്ടിച്ചമച്ച രൂപത്തിൽ വേഷം കെട്ടിയാണ് രാജ്യസഭയിലും ഇല്ലെങ്കിൽ രാജ്യത്ത് സഞ്ചരിക്കുന്ന പോലെ. പൗണ്ഡ്രനെ കണ്ടാൽ തന്നെ ശരിക്കും ശംഖചക്ര ഗതായുധം കൃത്രിമമായിട്ട് 2 കൈകൾ എക്സ്ട്രാ പിടിപ്പിച്ചിട്ടൊക്കെയാണ് നടക്കുക. നമ്മൾ ഈ നാടകത്തിനൊക്കെ വേഷം കെട്ടി വരുന്നവരെ കണ്ടില്ലേ എന്ന രീതിയിൽ. അപ്പോൾ അത് പ്രഖ്യാപിക്കാൻ കൂടെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ വാസുദേവൻ്റെ ചിഹ്നങ്ങളോടുകൂടിയ ആ പരമപുരുഷൻ എന്ന് പൗണ്ഡ്രകൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആരും ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും ഞാൻ പരമാത്മാവാണെന്ന് സ്വയം ഒരിക്കലും ഒരിടത്തും പറയുന്നില്ല. ഞാൻ പരമാത്മാവാണ്, ബ്രഹ്മമാണ് എന്ന് സാധാരണ മനുഷ്യൻ്റെ ശരീരം എടുത്തുകൊണ്ട് എല്ലാവരോടും ഇടപെടുമ്പോൾ ആരുടെ അടുത്തും ഭഗവാൻ തന്നെ ഈ വേഷം കാണിക്കുമോ, ഇല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ എല്ലാവരെയും അപകടസംഗതിയിൽ നിന്ന് രക്ഷിക്കും. അതിനു വേണ്ടിയിട്ട് എന്താണോ രൂപം ധരിക്കേണ്ടത് അതനുസരിച്ചുകൊണ്ട് രൂപമാറ്റവും സംഭവിക്കും, അവരെ അതനുസരിച്ച് നിഗ്രഹിക്കുകയും ചെയ്യും. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ യഥാർത്ഥത്തിൽ പരമപുരുഷനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ജനിച്ചപ്പോൾ തന്നെ ആദ്യം ദേവകീ വസുധന്മാരെ മാത്രമേ ചതുർബാഹു രൂപം തന്നെ കാണിച്ചിട്ടുള്ളൂ. പിന്നീട് അർജുനൻ മഹാഭാരത യുദ്ധത്തിൽ ഗീതോപദേശ സമയത്ത് എനിക്ക് യഥാർത്ഥ രൂപം കാണണമെന്ന് പറയുമ്പോഴാണ് വിശ്വരൂപമൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അല്ലാതെ സ്വയം ഞാൻ മനുഷ്യദൈവം എന്ന് വേഷം കെട്ടി നടക്കുന്ന രീതിയിൽ ഭഗവാൻ മനുഷ്യനായിട്ട് ജനിച്ചിട്ടും ഞാൻ ദൈവമാണെന്ന് സ്വയം ഒരിടത്തും, പിന്നെ ഭഗവാനുമായിട്ട് ഇടപെട്ട് കഴിയുന്നവർക്ക് ഭഗവാന്റെ ആ പരമാത്മ തത്വം ഇല്ലെങ്കിൽ ആ ബ്രഹ്മനിഷ്ഠയുടെ പ്രഭാവം കണ്ട് ഇല്ലെങ്കിൽ അനുഭവിച്ച് മനസ്സിലാക്കുന്നവരാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് പരമപുരുഷനായിട്ട് അംഗീകരിക്കപ്പെടുന്നതെന്നർത്ഥം. അല്ലാതെ പൗണ്ഡ്രകൻ്റെ കൂട്ട് ഇല്ലെങ്കിൽ സ്വയം മനുഷ്യദൈവം വേഷം കെട്ടി നടക്കുന്നവരെ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രീതി ഭഗവാനെ സംബന്ധിച്ചില്ലായിരുന്നു. അങ്ങനെ സ്വയം ഭക്തിയുടെ ഒരു പ്രഭാവത്തെ, യഥാർത്ഥ പ്രഭാവത്തിൽ അനന്യ ചിന്ത കൊണ്ട് അല്ലെങ്കിൽ അനന്യ ഭക്തി കൊണ്ട് നടക്കുന്നവർ ഒരിക്കലും ഞാനിങ്ങനെ ഒരു ഭക്തനാണെന്ന് വരെ വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്തതാണ്. അതുകൊണ്ട് ഭക്തി കൊണ്ട് ചില സിദ്ധികളും സർവശ്രേഷ്ഠമായ സൃഷ്ടി എന്ന് പറയുന്നത്, സിദ്ധി എന്ന് പറയുന്ന പോലെ ജ്ഞാനമാണെന്ന് പറഞ്ഞു 8 വിധ സിദ്ധിയെ പറ്റിയൊക്കെ ഭഗവാൻ ഉദ്ധവോപദേശത്തിൽ പറയുന്നുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ സിദ്ധി എന്ന് പറയുന്ന ജ്ഞാനമാണ്. ആ പരമമായ ജ്ഞാനമാണ് ഈശ്വരൻ ആരാണ് എന്താണെന്നുള്ള തിരിച്ചറിവ്. ആ ആത്മബോധം ലഭിച്ച ഒരാൾ ഞാൻ ആത്മജ്ഞാനിയാണെന്ന് പോലും വെളിപ്പെടുത്താറില്ല. ആരും സ്വയം ജ്ഞാനിയായിട്ടും പ്രഖ്യാപിക്കാറില്ല. അതൊക്കെ ഭഗവാന്റെ നിമിത്തം മാത്രമായിട്ട് യഥാർത്ഥ ജ്ഞാനം, അതായത് വിവേകം സിദ്ധിച്ച ഒരാളും ഈ ഞാൻ സ്വയം ഈശ്വരനാണെന്നോ ഞാൻ പണ്ഡിതനാണെന്നോ ഇല്ലെങ്കിൽ അങ്ങനെയൊരു അഹംഭാവം കാണിക്കുന്ന അവസ്ഥയേ ഉണ്ടാകുന്നില്ല. ഈ വേഷം കെട്ടി നടക്കുന്നവർക്കാണ് ഈ പറയുന്ന അഹങ്കാരമൊക്കെ ഉണ്ടാകുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ പേരും പ്രശസ്തിയും വേഷം കാണിച്ചുകൊണ്ട് ഞാനാണ് യഥാർത്ഥ ദൈവം എന്ന് കാണിക്കുന്നത്. അതാണ് അച്ഛതയുടെ പ്രതീകാത്മകമായിട്ട് ഈ പൗണ്ഡ്രകൻ തന്നെ ശ്രീകൃഷ്ണൻ്റെ അടുത്ത്, ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ എന്താ പറഞ്ഞ വേഷം കെട്ടി വന്നിരിക്കുന്ന ദൈവം പ്രകടമാകുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ തന്മയീഭാവം. സ്വയം ഏതേത് ഭാവത്തിൽ നിങ്ങൾ എന്നെ ഭജിക്കുന്നു ആ ഭാവം പ്രകടമാകുന്നുമില്ലേ, ആ ഭാവത്തിലായിരിക്കും ഭഗവാൻ അനുഗ്രഹിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൗണ്ഡ്രനെ സംബന്ധിച്ചോളം ഇങ്ങനെ ശത്രുഭാവത്തിൽ ഭഗവാനെ നിരന്തരം വിചാരിച്ച് നടക്കുന്നവർ അവസാനം മോക്ഷത്തിന് പാത്രീഭൂതമാകുന്നതൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുകയാണ്. ആ പൗണ്ഡ്രകനും മോക്ഷം കിട്ടുന്ന അവസ്ഥ നമുക്ക് കാണാം ഈ ഒരു സന്ദർഭത്തിൽ തന്നെ. അപ്പം ഞാൻ തന്നെയാണ് പരമപുരുഷനായിരിക്കുന്ന വാസുദേവൻ എന്ന് ആണെങ്കിൽ തന്നെ ഇപ്പം നമ്മളെല്ലാവരും ശരിക്കും ദിവ്യ പുരുഷോത്തമന്മാർ, അതേ ഭഗവാന്റെ അംശമായിട്ട് ജനിച്ചവരെല്ലാം ഭഗവാൻ തന്നെയാണ്. അത് ഭഗവാൻ പറയുന്നുണ്ട്. ആ ലെവലിലേക്ക് നമുക്ക് ഉയർന്നു കഴിഞ്ഞാൽ അവിടെ ഭഗവാനും ഭക്തനും ഒന്നായി മാറും. അതാണ് അദ്വൈത ഭാവം എന്ന് പറയുന്നത്. അവിടെ പിന്നെ യാതൊരു വ്യത്യാസവുമില്ല. അല്ലാതെ നമ്മൾ ഈ അന്ധകരണ ശുദ്ധിയില്ലാതെ വരുമ്പോഴാണ്
ഈ അഭിനയിച്ച് നടക്കുന്ന അവസ്ഥയുണ്ടാകും. ഞാൻ ഭക്തനാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കാനും പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരൊക്കെ തന്നെ ഇത്തരത്തിൽ പൗണ്ഡ്രകന്മാരാണെന്നർത്ഥം. ഞാൻ ഭക്തനാണ്, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ ആചാര്യനാണ് എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കുകയും ആ പേരും പ്രശസ്തിയും ഫോട്ടോയും പേപ്പറിലും ഒക്കെ വരണം എന്ന് വിചാരിച്ച് നടക്കുന്നവർ ശരിക്കും പൗണ്ഡ്രകന്മാർ തന്നെയാണെന്ന് നാം തിരിച്ചറിയണം. അതും ഇവിടെ എന്തിനാണ് ഇങ്ങനെയൊരു സന്ദർഭം നമ്മളെ ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭക്തിയുടെ പ്രഭാവത്തിൽ ഇങ്ങനെയൊരു ഭാവം ഏതൊരു മനുഷ്യനും ഉണ്ടാകും. കാരണം ഈ ഭക്തിയിൽ തന്നെ ഉണ്ടാകുന്ന ശ്രേയസിൻ്റെ അവസ്ഥയാണ് ഈ സിദ്ധിയും എന്നർത്ഥം. അത് ഏത് ഇഷ്ടദേവതയെ ഭജിച്ചാലും വേണം. 33 കോടി ദേവതയുണ്ട്. ഇഷ്ടദേവതയെ ഉപാസിക്കണം, പരദേവതയെ ഭജിക്കണം, സർപ്പങ്ങളെ ആരാധിക്കണം എന്ന് കേരള നിവാസികളോട് പ്രത്യേകമായിട്ട് പരശുരാമൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇഷ്ടദേവതയെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും അവരവരുടെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് ഉപാസിക്കാം. ആ ഉപാസിച്ചാലും വേണ്ടില്ല, ഒരു ഘട്ടത്തിൽ എത്തുമ്പം ആ ഏത് ദേവതയാണോ നിത്യയുക്തമായിട്ട് ആത്മാർത്ഥമായിട്ട് ഉപാസിക്കുന്നത് അവരുടെ ഭാവം ആ വ്യക്തിയിൽ പ്രകടമാകും. അത് അഹങ്കാരമായിട്ട് പരിണമിച്ചാൽ ഈ പൗണ്ഡ്രകൻ്റെ അവസ്ഥയാകും. പിന്നെ ചിലപ്പം ആ ഉപാസനാ ദേവതയുടെ ക്ഷേത്രങ്ങളോ ഇല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പോലും ഞാൻ ആ ദേവതയാണെന്ന് ഭാവം പ്രകടമാക്കും. നമുക്കറിയാം, നമുക്ക് ഇന്നത്തെ കാലത്താണെങ്കിലും ഈ ഉപാസന നടത്തിയിട്ട് ഇല്ലെങ്കിൽ ചോറ്റാനിക്ക, ഞാൻ പറയുന്നല്ലോ, ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ചോറ്റാനിക്ക രമ്യയോ അല്ലെങ്കിൽ മൂകാംബിക ദേവിയോ ഏത് ദേവിയോ ശിവനെയോ ഇഷ്ടമുള്ള ദേവതയെ ഉപാസിക്കുന്നവർക്കൊക്കെ ഒരു ഘട്ടത്തിൽ ഒരു സിദ്ധിയായിട്ട് തന്നെ ആ ഉപാസിക്കുന്ന ഇഷ്ടദേവതയുടെ ഭാവം പ്രകടമാകും. അപ്പോൾ അതനുസരിച്ചുള്ള തന്മയി ഭാവത്തിന് ആ ദേവിയുടെ അല്ലെ ദേവൻ്റെ ഏതേത് വേഷത്തിലാണോ അവർ നടന്നിരുന്നത് ആ വേഷം ഇഷ്ടപ്പെടുകയും അതനുസരിച്ചുകൊണ്ട് അവർ വേഷം കെട്ടി നടക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് കണ്ടാലും ആ ദേവതയുടെ ഭാവം പ്രകടമാകുന്ന അജ്ഞത ഇല്ലെങ്കിൽ യഥാർത്ഥ ആത്മബോധം ഇല്ലാത്തവരൊക്കെ ഇതിൽ ഭ്രമിച്ചു. ഇപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, നിന്നോടൊപ്പം നിൽക്കുന്ന ഈ വങ്കന്മാരൊക്കെ നിന്നെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. ഇനി നീ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കാനും തയ്യാറില്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് ഏറ്റുമുട്ടാനും തയ്യാറാണ്. എൻ്റെ ഈ ദൈവത്തിൻ്റെതായ ചിഹ്നങ്ങളൊക്കെ നിനക്ക് സമർപ്പിച്ച് നിന്നെ അംഗീകരിക്കണം, നിൻ്റെ അടിമയാകണം, നീ പറയുന്ന കേട്ട് നടക്കണം എന്ന് പറയുന്നതൊക്കെ ഭഗവാൻ നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ എന്നോട് യുദ്ധം ചെയ്യാൻ വരുവാണെങ്കിൽ ശരി, നമുക്ക് നേരിട്ട് ഏറ്റുവിടാം, പ്രത്യേകിച്ചും ചക്രായുധം മതി നിന്നെ ഇല്ലാതെയാക്കാൻ എന്നൊക്കെയുള്ള സന്ദേശവും ദൂതൻ വഴി തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ പൗണ്ഡ്രകൻ്റെ സന്ദേശത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട. പൗണ്ഡ്രകൻ ദൂതനെ അയച്ചു, ആ സന്ദേശം ഭഗവാൻ അറിഞ്ഞു, അതിന് മറുപടിയും ഭഗവാൻ കൊടുത്തുവിടുകയും ചെയ്യും. പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.